പുതിയ മദ്യനയം അടിയന്തരമായി സർക്കാർ പിൻവലിക്കണം. ഡ്രൈ ഡേകളിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് മാറ്റി എല്ലാ ദിവസവും ഒരുപോലെ സംലഭ്യമാക്കി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൈ ഡേ ഏർപ്പെടുത്തിയത് എന്നുകൂടി മനസ്സിലാക്കണം. ശമ്പളം വാങ്ങിക്കൊണ്ടുവരുന്ന കുടുംബത്തിലെ അംഗങ്ങൾ അത് നശിപ്പിച്ച് കുടുംബത്തിന് സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തള്ളി നീക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ടാണ്, അസമാധാനവും അരാജകത്വവും കണ്ടുകൊണ്ടാണ് ഡ്രൈ ഡേ എന്ന് മാസത്തിൻ്റെ 1-ാം ദിവസം ഏർപ്പെടുത്തിയത്. അത് മാറ്റിക്കൊണ്ട് എല്ലാ ദിവസവും മദ്യം സംലഭ്യമാക്കി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏറെ ദയനീയമായ ഒന്നാണ്. രണ്ടാമതായിട്ട്, യുവജനങ്ങളെയും ഭാവിയുടെ വാഗ്ദാനങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്ന് സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റിയാണ് നാം നിയന്ത്രിക്കേണ്ടത്. 29 ബാറിൽ നിന്ന് 1000-ലേറെ ബാറിലേക്കും അതുപോലെയുള്ള സംവിധാനങ്ങളിലേക്കും ഇപ്പോൾ ബോട്ടുകളിൽ പോലും മദ്യം വിൽക്കുന്ന ഒരു സംസ്കാരത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ എവിടേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഒരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് എന്ത് നേടാം എന്നാണ് നാം കരുതുന്നത്? ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥിനികൾ ഇന്ന് മദ്യത്തിൻ്റെ അടിമകളാകുന്നു എന്നൊക്കെ പറയുമ്പോൾ, ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾ പോലും നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മയക്കുമരുന്നിന് അടിമകളും ഉടമകളുമായി മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഈ ഭീകരമായ അവസ്ഥയിൽ നിന്ന് ഒരു നാടിനെ രക്ഷിക്കുവാൻ ജനാധിപത്യ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിൽ, ഒരു സംസ്ഥാനത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ അടുത്ത തലമുറ നിങ്ങളെ പഴിക്കും. കേരളത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതായി മാറും. അതിന് ഇടവരുത്താതെ പുതിയ മദ്യനയം തിരുത്തണമെന്ന് അടിയന്തരമായി കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും, ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങളുടെ സന്നദ്ധ സംഘടനയായ മദ്യവിരുദ്ധ ജനകീയ മുന്നണി ആവശ്യപ്പെടുകയാണ്.